മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമുക്കൊരു പുതിയ പ്രഭാതം തന്നിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ കരുണയാണ്, സ്നേഹമാണ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. നിദ്രയിലാർന്ന നമ്മെ, വിശ്രമത്തിലായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ സ്നേഹപൂർവമായ കടാക്ഷം ദൈവം നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിസ്സീമമായ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവമായ കർത്താവിന് നന്ദി അർപ്പിക്കാം. ഈ പ്രഭാതം കാണാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ് എത്രയോ ആയിരങ്ങളാണ് ദൈവസന്നിധിയിലേക്ക്, നിത്യതയിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ കടന്നുപോയിട്ടുണ്ടാകുക. എന്നാൽ ദൈവം ഒരു ദിനം കൂടി നമ്മുടെ ആയുസ്സിലേക്ക് നെയ്ത് ചേർത്ത് തരികയാണ്. ദൈവത്തിന് നമ്മിലുള്ള വലിയ പ്രത്യാശയെ, പ്രതീക്ഷയെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം ഫലം ചൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമുക്ക് ഓരോ ദിനവും ദാനമായി നൽകുന്നത് എന്ന വലിയ ആത്മീയ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട്, ദൈവകൃപയോട് ചേർന്ന് ദൈവത്തിനായി ആത്മാവിൽ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഈ ദിനം ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള മധ്യസ്ഥവും പ്രാർത്ഥനയുമാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ, അഭിഷേകമായ അനേക ആയിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയെ പൂർണ്ണമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ഓരോ പ്രഭാതത്തിലും TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള അനേക ആയിരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥത്തിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം ഇതിൻ്റെ നിർമ്മിതിയിലായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾ കേൾക്കുവാനായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ, വചന വഴിയെ ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷം നമുക്ക് ദാഹപൂർവ്വം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവ്, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് കേൾക്കുവാനും ഹൃദയത്തിൽ അവ ഗ്രഹിക്കുവാനും ഈ വചനത്തിൻ്റെ ദൈവിക സന്ദേശത്തെ ഉൾക്കൊണ്ട് ഞങ്ങൾ അനുദിന ജീവിത വഴികളിൽ മുന്നേറുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ,
ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് ലോകമെമ്പാടുള്ള എല്ലാ യുവജനങ്ങളെയും, വളരെ പ്രത്യേകം എല്ലാ ക്രൈസ്തവ യുവജനങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ പാപ്പ ലോകത്തിലെ യുവജനങ്ങളോട് ഒരിക്കലിങ്ങനെ പറയുകയുണ്ടായി, യുവജനങ്ങളെ, നിങ്ങളിലാണ് തിരുസഭയുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ പൗരന്മാർ, നാളത്തെ ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നവർ. തീർച്ചയായും എല്ലാ യുവജനങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകൃപ ഈ കാലഘട്ടത്തിൽ വന്നു നിറയുവാൻ, യേശുവിനെ ആത്മാവിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായി ഒരു യുവാവും യുവതിയും മാറുവാൻ ഈശോയെ നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ വളരെ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് ഈ ദിനത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാനായി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് കർത്താവ് ഈ ദിനം നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചനം കേൾക്കാം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങു പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. യേശുവിൽ പ്രിയമുള്ളവരെ, ഉത്തിതനായ യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്നതിനെക്കുറിച്ചാണ് തിരുവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ കർത്താവായ ദൈവം ഇതേ പ്രേക്ഷിത ദൗത്യം ജ്ഞാനസ്നാനമേറ്റ് ശിരസായ ക്രിസ്തുവിനോട് ആത്മാവിൽ ഐക്യപ്പെട്ടവരായ നാം ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നാം ഓരോരുത്തരും ഇതേ ദൗത്യത്തിൽ പങ്കുകാരാകുവാൻ കടപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ വലിയ വിളിയെക്കുറിച്ച് അവബോധമുള്ളവരായി മറ്റുള്ളവർക്ക് യേശുവിനെ നൽകുവാൻ, മറ്റുള്ളവർക്ക് സുവിശേഷം നൽകുവാൻ കഴിയുന്നവരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. അതിൻ്റെ കൃപയിലേക്കും അനുഗ്രഹത്തിലേക്കും കടന്നു വരുവാൻ നാം ഓരോരുത്തർക്ക് സാധിക്കുക. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പന, നിങ്ങൾ ലോകാതിർത്തികൾ വരെ പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. പലപ്പോഴും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരെ എത്ര കണ്ട് ഈ തിരുവചനത്തിൻ്റെ ആന്തരിക ചൈതന്യത്തെ, അതിൻ്റെ ആഴങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ വചന വെളിച്ചത്തിൽ ചിന്തിക്കാനും സ്വയം കണ്ടെത്തുവാനും കഴിയണം. എല്ലാ സൃഷ്ടികളോടും പോയി വചനം പ്രസംഗിക്കുവിൻ എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ വചന വെളിച്ചത്തിലൊക്കെ വചനം വ്യാഖ്യാനിക്കുന്നവരും വചനത്തെക്കുറിച്ച്, സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നവരെയൊക്കെ ഒരുപാട് നമുക്ക് കേൾക്കാനും കാണാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് മാധ്യമ ലോകത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ഒരുപാട് ഈ സുവിശേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുദിനം കണ്ടെത്തുവാനും വായിക്കുവാനൊക്കെ കഴിയും. പലപ്പോഴും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡ് പോലെ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നവരെ പുച്ഛിച്ച് സംസാരിക്കുക, സുവിശേഷ പ്രസംഗത്തെ ഒരു തൊഴിൽ പോലെ കണ്ട് വ്യാഖ്യാനിക്കുക, അത് എന്തോ മോശമാണ് എന്ന രീതിയിൽ പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ആ വലിയ പ്രേക്ഷിത ദൗത്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന, അവഗണിക്കുന്ന, അതിന് വില കുറച്ച് കാണിക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണിതിങ്ങനെ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ സുവിശേഷം
മറ്റൊരാളോട് ഒരാളും കേൾക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദുഷ്ടപിശാചാണ്, ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവവചനത്തെ ഒരാളും കേൾക്കണം, അറിയണമെന്ന് ആഗ്രഹിക്കാത്തവൻ അവനാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് മോശമാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതിലല്ല കാര്യം, ജീവിക്കുന്നതിലാണ് എന്നൊക്കെ ഒരു ആദർശത്തോടെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വചനത്തോട് അതൊരിക്കലും നീതി പുലർത്തുന്ന ഒരു വ്യാഖ്യാനമല്ല എന്നെങ്കിലും തിരിച്ചറിയാൻ വിശ്വാസികളായി നാം ഓരോരുത്തർക്ക് സാധിക്കണം. പലപ്പോഴും ഒരാളിങ്ങനെ പറയുമ്പോൾ അത് തെറ്റാണ്, ഇതാണ് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത്, ഇതിൻ്റെ പൂർണ്ണ അർത്ഥം ഇതാണ് എന്ന് പലപ്പോഴും തെറ്റ് പറയുന്നവരോടോ പ്രചരിപ്പിക്കുന്നവരോട് പോലും പറയാൻ നമുക്കാകുന്നില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ അതിശക്തരായി ഇന്ന് ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന, നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം പ്രസംഗിക്കുന്നത് വളരെ അനിവാര്യമായ ഈ കാലഘട്ടത്തിൻ്റെ, ഏതൊരു കാലഘട്ടത്തിൻ്റെ ദൗത്യമാണ്. കാരണം യേശുവിനെ അറിഞ്ഞവരോട് തുലനം ചെയ്യുമ്പോൾ യേശുവിനെ അറിയാത്തവരാണ് ഇനിയും ഈ ലോകത്ത്, ഈ ഭൂമുഖത്ത് അധികമായിട്ടുള്ളത്. അപ്പം നാം എത്ര കണ്ട് സുവിശേഷ വേലയിൽ തീക്ഷ്ണമതികളാകണം, ഓരോ വിശ്വാസിയും ആകണമെന്ന് ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ച് നൽകുന്നുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കുന്നതും സുവിശേഷം ജീവിക്കുന്നതും ഒരേ സമയം രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സുവിശേഷം ജീവിക്കുന്നതിലൂടെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് യേശുവിനെ നൽകുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. വിശ്വാസം സുവിശേഷത്തെക്കുറിച്ചുള്ള കേൾവിയിൽ നിന്നുണ്ടാകുക എന്നാണ് പൗലോസ്ലീഹ പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം ആര് ലോകത്തിൽ പ്രസംഗിക്കാതെ പോയാൽ ആർക്കും വചനം കേൾക്കാനിടവരില്ല. വചനം കേൾക്കാതെ ഒരാളും യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയാകില്ല എന്നതിനെ തിരിച്ചറിയാൻ നാം ഓരോരുത്തർക്ക് സാധിക്കണം. രണ്ടാമത്, ഈ വചനത്തിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്ന മറ്റൊരു വലിയ സത്യം, കർത്താവ് പറയുന്നത് എല്ലാ സൃഷ്ടികളോടും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ്. എല്ലാ മനുഷ്യരോടും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നല്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ പ്രസംഗം മനുഷ്യരിലേക്ക് മാത്രം ചുരുക്കേണ്ട ഒന്നല്ല എന്നാണ് ഈ വചനത്തിൻ്റെ സാരം. ഇതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു അത്ഭുതം അനുഭവം ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ട് കാണും, വായിച്ചു കാണും. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വളരെ തീക്ഷ്ണമതിയായ ഒരു സുവിശേഷ പ്രഘോഷകനായ കർത്താവിൻ്റെ ഒരു വൈദികനായിരുന്നു, പുണ്യവാനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു കടൽ തീരത്ത് സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നില്ല. അദ്ദേഹം നിരാശപ്പെട്ട് പരിഭവിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം കടലിലേക്ക് നോക്കി അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, അന്തോണീസ് പുണ്യവാൻ്റെ പ്രസംഗം കേട്ട് ആ കടലിലെ ജലത്തിലുണ്ടായിരുന്ന മത്സ്യങ്ങളെല്ലാം അവയുടെ തല ജലോപരിതലത്തിൽ ഉയർത്തിപ്പിടിച്ച് വചനം കേട്ടു എന്നത് അന്തോണീസ് പുണ്യവാൻ്റെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരമാണ്. ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ മനുഷ്യർ മാത്രമല്ല, ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവൻ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലിനായ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് വചനത്തിൽ പൗലോസ്ലീഹ പറയുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവിൻ്റെ സ്വരം കേൾക്കാൻ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ്. മനുഷ്യരാ നാം മാത്രമല്ല, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സർവ്വ ജീവജാലങ്ങളും സൃഷ്ടാവിൻ്റെ സ്വരം കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് അന്തോണീസ് പുണ്യവാൻ കടലിലേക്ക് നോക്കി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ മത്സ്യങ്ങൾ ആകാംക്ഷയോടെ സന്തോഷത്തോടെ അന്തോണീസ് പുണ്യവാൻ്റെ സ്വരത്തിന് കാതോർത്തത്. ഇതിലൂടെ അവർ ആരെയാണ് കേട്ടത്? സൃഷ്ടാവായ അവയുടെ ദൈവത്തെയാണ് അവർ ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇതാണ് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറയുന്ന വചനത്തിൻ്റെ അർത്ഥം. ഇത് നമ്മൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മോട് ചോദിച്ച് കണ്ടെത്താൻ കഴിയണം. ഒരിക്കൽ ധ്യാനമൊക്കെ കൂടി നവീകരണത്തിലേക്ക് വന്ന ആത്മീയമായി വളരെ ഉണർവ് പ്രാപിച്ച ഒരു സഹോദരൻ പങ്കുവെച്ച അനുഭവം ഓർക്കുകയാണ്. അദ്ദേഹം പറയുവാണ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
വർഷങ്ങളായി ആ മാവ് ഒരിക്കൽ പോലും പൂക്കി ഒരു മാങ്ങ അതിൽ നിന്ന് പറിക്കാനോ ഇട വന്നിട്ടില്ല. അദ്ദേഹം പലവട്ടം ആലോചിച്ചു, ഈ മാവ് അങ്ങ് വെട്ടിക്കളഞ്ഞാലോ, എങ്കിലും ആ മാവ് അവിടെ നിന്നാൽ തണലെങ്കിലും കിട്ടുമല്ലോ എന്നോർത്ത് അദ്ദേഹം അത് വെട്ടിക്കളഞ്ഞില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അദ്ദേഹം ധ്യാനമൊക്കെ കൂടി കർത്താവിൻ്റെ വചനത്തിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഉൾവിളി, വലിയ ഒരു തിരിച്ചറിവ് കിട്ടി. എല്ലാ സൃഷ്ടികളോടും വചനം പ്രസംഗിക്കുവിൻ എന്നല്ലേ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞ് ഈ മാവിൻ്റെ സമീപത്ത് ചെന്ന കർത്താവിൻ്റെ വചനം പറയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അടുത്ത സീസൺ വന്നപ്പോൾ ഈ മാവ് നിറയെ പൂക്കുകയും കൊമ്പൊടിയും വിധം ആ മാവിൽ നിറയെ മാങ്ങയുണ്ടാകുകയും ചെയ്തു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? പ്രിയമുള്ളവരെ, സൃഷ്ടാവിൻ്റെ സ്വരം കേട്ട ആ മാവ് അതിൻ്റെ നിയോഗം, അതിൻ്റെ ദൗത്യം, അതിൻ്റെ കടമ എന്താണെന്ന് തിരിച്ചറിയാനിട വന്നു. ഇതുപോലെ തന്നെയാണ് മനുഷ്യരായ നമ്മളോടും സുവിശേഷം പ്രസംഗിച്ച് കേൾക്കുമ്പോഴാണ്, സൃഷ്ടാവിൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ്, സൃഷ്ടിയുടെ മകുടം എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ കടമയെന്ത്, എൻ്റെ ഉത്തരവാദിത്വം എന്ത്, എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം എന്ത്, എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ത് എന്ന ആഴമുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് കടന്നു വരുവാൻ സാധിക്കുക. ഇതുകൊണ്ടാണ് കർത്താവ് ഈ ഒരു വലിയ ദൗത്യം നാം ഓരോരുത്തരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ദിവസത്തെ ജീവിതയാത്ര ഈ പ്രമാദത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ എത്രയോ പേരെ ഇന്ന് പുതുതായി കണ്ടുമുട്ടും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആവശ്യങ്ങളുമായി വരുന്നവർ, പുതുതായി വരുന്നവർ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ പല സേവനങ്ങൾക്കും വേണ്ടി പുതുതായി കടന്നു വരുന്നവർ, ഉൾവിളി ദൈവം നൽകിയിട്ടുണ്ട് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഈ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുപറ്റാൻ ഞാൻ കടപ്പെട്ടവനാണെന്ന ആഴമേറിയ അവബോധമുള്ള ഒരു വിശ്വാസിക്ക് പുതുതായി ഈ ദിനം കണ്ടുമുട്ടുന്നവരോട് അവരോട് യേശുവിനെ പങ്കുവെച്ച് കൊടുക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ പങ്കുവെച്ച് കൊടുക്കുന്നതിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ അനുഗ്രഹം എന്തെന്ന് കണ്ടെത്താൻ കഴിയുക. വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നമ്മുടെ അധ്വാന മേഖലകളെ, തൊഴിലിടങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല തടസ്സങ്ങളുടെയും പല ദുരിതങ്ങളുടെയും കാരണം അവിടെ ഇവിടെ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കാരണം ഈ വചനം വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ള ദൈവമകനെ, ദൈവമകളെ, ദൈവം ഓരോ ദിനം ആയുസ്സിലേക്ക് വെച്ച് ചേർത്ത് തരുമ്പോൾ ഈ ദിനം ഒരാളോടെങ്കിലും ക്രിസ്തുവിനെ പങ്കുവെക്കാതെ പോയാൽ, പങ്കുവെക്കാതെ ജീവിച്ചാൽ, നിൻ്റെ ആയുസ്സിലെ ഈ ദിനം അത് എങ്ങനെ എണ്ണപ്പെടും എന്ന് നീ ഓർത്തു നോക്കുക. അതുകൊണ്ട് ഓരോ ദിനവും ഒരാളോടെങ്കിലും ഏറ്റവും കുറഞ്ഞത് യേശുവാകുന്ന രക്ഷകനെ, യേശുവാകുന്ന സുവിശേഷത്തെ പങ്കുവെച്ച് നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം പ്രകാശമാക്കാൻ, ദുഃഖനിരാശയിൽ കഴിയുന്നവരെ പ്രത്യാശയിലേക്ക്, പ്രതീക്ഷയിലേക്ക് യേശുവിനെ കൊടുത്തുകൊണ്ട് കൈപിടിച്ച് നടത്തുവാൻ, നയിക്കുവാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും അമൂല്യമായ ദാനം അത് യേശുവാണെന്ന തിരിച്ചറിവോടെ ഈ ദിവസം ജീവിക്കുവാൻ, അനുദിനം ജീവിക്കാൻ കർത്താവെ കൃപ തരണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സൃഷ്ടിയുടെ മകുടമാകുവാൻ മനുഷ്യനായ ഞങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ച ദൈവമേ, നിൻ്റെ അനന്ത പരിപാലനത്തിന്, നിൻ്റെ കാരുണ്യത്തിന് ഹൃദയപൂർവ്വം ഞങ്ങളൊന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഓ ദൈവമേ, ജീവിതത്തിൻ്റെ വഴികളിൽ വളരെ പരിപാലനപൂർവ്വം നീ ഞങ്ങൾ ഓരോരുത്തരെയും ജ്ഞാനസ്നാനത്തിലൂടെ നിന്നോട് ചേർത്ത് വെച്ചപ്പോൾ, ഓ ദൈവമേ, നീ ഞങ്ങളിൽ അർപ്പിച്ച പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിനവും ജീവിക്കുവാൻ, കർത്താവെ, നീ ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ആ പ്രേക്ഷിത ദൗത്യത്തിൽ വിശ്വസ്തരായും തീഷ്ണുമതികളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവെ, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല, അത് അങ്ങയുടെ നാമമാണെന്ന് ഈ ലോകത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടും
മടി കൂടാതെ, നാണം കൂടാതെ, ലജ്ജ കൂടാതെ പങ്കുവെച്ച് നൽകിക്കൊണ്ട് കർത്താവെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ പ്രകാശമാക്കി മാറ്റുവാൻ ഞങ്ങളെയും നിൻ്റെ കൃപയാൽ, നിൻ്റെ കരുണയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഭയചകിതരായിരുന്ന അപ്പസ്തോലന്മാരിലേക്ക് നീ വന്നു നിറഞ്ഞപ്പോഴാണ് അവരവരുടെ ജീവിതത്തിൻ്റെ വലിയ നിയോഗത്തെ, ജീവിതത്തിൽ ഈശോ പരമേൽപ്പിച്ച ആ ദൗത്യത്തെക്കുറിച്ച് ആഴമുള്ള അവബോധമുള്ളവരായി സുവിശേഷം പ്രസംഗിക്കുവാൻ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് യാത്ര തിരിച്ചത്. അതുവഴി ഇന്ന് ഞങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്നത്. പ്രിയ പരിശുദ്ധാത്മാവെ, ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് സുവിശേഷം പങ്കുവെച്ച് നൽകുവാൻ തക്കവിധം നീ ഞങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണയായി, ദൈവത്തിൻ്റെ അഭിഷേകമായി, ദൈവത്തിൻ്റെ ശക്തിയായി വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവമാതാവേ, അമ്മ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ മനോഹരമായ മാതൃക സ്വജീവിതത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ദുർഘടമായി യാത്ര ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നതും 3 മാസം അവൾക്ക് ശുശ്രൂഷ നൽകിക്കൊണ്ട് അവൾക്കിലൂടെ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനായി വേണ്ട എല്ലാ ശുശ്രൂഷകളും സ്നേഹത്തോടെ നൽകുന്നത് ഞങ്ങൾ കാണുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ അമ്മയെപ്പോലെ പ്രേക്ഷിത ദൗത്യത്തിൽ തീഷ്ണതയുള്ളവരായി തീരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലായിരുന്നപ്പോൾ യേശുവിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ എത്ര കണ്ട് തീഷ്ണതയുള്ളവരായിരുന്നു, അതുപോലെ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രേക്ഷിത വേലയിൽ തീഷ്ണതയുള്ളവരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം, പരിപാലനം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ജോർദാൻ ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ മനതാരിൽ ആനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. എന്റെ മനതാരിൽ ആനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. സ്നേഹത്തിൻ ജോർദാനു വേണ്ടി കേഴുന്ന വേഴാമ്പലാണു ഞാൻ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ ആത്മാവ് ദാഹിക്കുന്നു, നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. എന്റെ ആത്മാവ് ദാഹിക്കുന്നു, നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ.
ജീവജലത്തിൻ്റെ നാദാഹം ശമിപ്പിച്ചിടേണേ. ഒരു നാളും ദാഹിച്ചിടാതെ ആത്മാവിൽ നീ വന്നു വാഴണേ. ജോർദാൻ, സ്നേഹത്തിൻ ജോർദാൻ, ജീവന്റെ നാഥ, ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ, സ്നേഹത്തിൻ ജോർദാൻ, ജീവന്റെ നാഥ, ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെയും നിരവധി ആവശ്യങ്ങളെ, നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു ഹൃദയത്തോടൊരു മനസ്സോടെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്കാ തിരുസഭയോട്, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പ്രാപ്പയോടും എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും വിശ്വാസി സമൂഹങ്ങളോടെല്ലാം ചേർന്ന് ആത്മാവിൽ ഒരു കൂട്ടായ്മയായി നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അതുപോലെ പ്രതികൂല കാലാവസ്ഥയുടെ കെടുതികളിലും ഒക്കെ ആയിരിക്കുന്ന, നല്ല ഭവനങ്ങളില്ലാതെ സൗകര്യങ്ങളില്ലാതെയൊക്കെ വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും കർത്താവിൻ്റെ അനന്ത പരിപാലനത്തോട്, സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും വിലയേറിയ പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായി, അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും, നിങ്ങൾ ചൊല്ലുന്ന നൊവേന ജപമാല പ്രാർത്ഥനകളിലും, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന് യേശുനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രേക്ഷിത മക്കൾ രാവും പകലും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. തീർച്ചയായും നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തൻ്റെ മഹത്വവും കരുണയും സ്നേഹവും എല്ലാം വെളിപ്പെടുത്തി നൽകി ദൈവം എത്ര നല്ലവനാണെന്ന് നിങ്ങൾക്ക് അനുഭവമാക്കി നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.